ക്ഷേത്രത്തിൽ ശാഖ നടത്താൻ അവിടെ ആയുധ കളരി ആക്കാൻ ശ്രമിച്ചതിനെ തടഞ്ഞതിന് അല്ലെങ്കിൽ അതിനെതിരെ പ്രചരണം നടത്തിയതിന് അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വൈരാഗ്യം കൊണ്ട് RSSൻ്റെ നേതാക്കളുടെ ആസൂത്രണം എന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിൽ ഈ പറയുന്ന RSS പ്രവർത്തകർ റിജിത്തിനെയും കൂട്ടുകാരെയും വകവരുത്താൻ ശ്രമിച്ചു. അതിൽ റിജിത്തിൻ്റെ ജീവൻ പോയി, മറ്റുള്ളവർക്ക് ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വലിയ ഗുരുതരമായ പരിക്കുകളുണ്ടായി. റിജിത്തിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ, 19 വർഷവും 4 മാസവും എണ്ണി കാത്തിരിക്കുകയായിരുന്നു അവർ. നിമിഷങ്ങൾ എണ്ണി ഇവർക്ക് ശിക്ഷ കിട്ടാൻ, റിജിത്തിന് നീതി കിട്ടാനായി. ആ സഹോദരി പറഞ്ഞത് കേട്ടല്ലോ, അച്ഛൻ നീറി മരിച്ചു. 17 കൊല്ലമാണ് അദ്ദേഹം കാത്തിരുന്ന ഈ കാര്യം കാണാനാകാതെ മരണപ്പെട്ടത്. ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ വിജയകുമാർ ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയതിന് ശേഷം അതിനെ നിയമപരമായി പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു പ്ലാനിങ് ഒക്കെ കാണുമ്പോൾ അത് ഒറ്റയ്ക്കൊരു 3-4 പ്രാദേശിക RSS നേതാക്കൾ മാത്രമായി നടത്തിയെടുക്കുമെന്ന് കാണേണ്ടതില്ല. അതിലേക്കൊക്കെ ചോദ്യങ്ങൾ ഉയരേണ്ട മാധ്യമ ചർച്ചകൾ ഇന്നത്തെ ദിവസം ഉണ്ടാകേണ്ടതാണ്. ആരാണ് ഇതിന് പിന്നിൽ ആസൂത്രണം നടത്തിയത്? ഇതിൻ്റെ മേൽത്തട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളും സംഭാഷണങ്ങളും സംവാദങ്ങളും ഇന്നില്ല. പക്ഷെ ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. മിഥുൻ, മറുപടി എന്താകും? ഡോക്ടർ ലാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിജിത്തിന്റെ അമ്മയുടെയും സഹോദരിയുടെയും വിഷമത്തോടൊപ്പം പങ്കുചേരുന്നവരാണെന്ന് കേരളത്തിലെ 100% മലയാളികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ആർക്കും ഒരു എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ താങ്കൾ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ചുരുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതേ വേദന അനുഭവിക്കുന്ന ഓരോ അമ്മയും പെങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും എടുത്തു നോക്കിയാൽ കാണാനുണ്ട്. ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ധർമ്മടത്തെ ആ അമ്മയുടെ കഥ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെയുള്ള അമ്മമാരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നാരായണി അമ്മയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് 2002-ലാണ്. അവർക്ക് നീതി നമ്മളതൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്നത്തെ ദിവസം അന്ന് നന്നായി അത് ചർച്ച ചെയ്തിട്ടുണ്ടാകും. കാരണം അത് CPM-ന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പൊ അത് നല്ലവണ്ണം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്നിപ്പോ ഈ വിഷയത്തിൽ റിജിത്തിന്റെ അമ്മയും പെങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് റിജിത്തിന്റെ കൊലയാളികളെ നമ്മൾ ചർച്ച ചെയ്യാതെ വിടണോ? ആ കാര്യങ്ങളിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയി വരണ്ടേ? തീർച്ചയായും വിടാൻ പാടില്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് ഏതറ്റം വരെ പോകണമെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ശരി, അതിലേക്ക് വരാം. നമുക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ മിനിറ്റിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ റിജിത്തിന്റെ കൊലയാളികളായ RSS നേതാക്കളായ RSSന്റെ പ്രാദേശിക നേതാക്കളായ 9 പേർ, 10 പേരുണ്ട്, അതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബാക്കി 9 പേരും കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. 9 പ്രതികളും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി ശിക്ഷ കാത്തിരിക്കുമ്പോൾ അത് RSSന്റെ ഏതറ്റം വരെ ഇതിൻ്റെ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകണ്ടേ? അല്ല, RSSന്റെ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഇതിൽ. കാരണം അവർക്ക് RSSുമായിട്ട് ഏത് തരത്തിലുള്ള അഫിലിയേഷൻ ആണെന്ന് എനിക്കറിയില്ല. അപ്പം അവർ RSS പ്രവർത്തകരാണോ അതോ RSS അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് അറിയാത്ത സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവർ RSS പ്രവർത്തകരാണെങ്കിലും അവർ ഏത് പ്രവർത്തകരാണെങ്കിലും അവർ ശിക്ഷ അർഹിക്കുന്നവരാണ്. കാരണം കോടതിയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ പറയാൻ സാധിക്കും അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണെന്ന്. ഇതിന്റെ കൊലപാതക രാഷ്ട്രീയം തീർച്ചയായും അവർ പോലും ശിക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ അഭിപ്രായം പറയാൻ സാധിക്കും. ആരോപണം നേരിടുന്ന ആ പാർട്ടിയുടെ പ്രതികരണം വരണ്ടേ? അതിന്റെ നേതാക്കൾ പ്രതികരിക്കണ്ടേ? BJPയുടെയും RSSന്റെയും നേതാക്കൾ പ്രതികരിക്കണ്ടേ? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ജോലി താങ്കളുടെ അല്ലേ, എന്റെ അല്ലല്ലോ. അപ്പൊ താങ്കൾ അവരെ സമീപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ റെസ്പോൺസ് എന്താണ്? അത് താങ്കൾ പറയൂ. ഇവിടെ ഞാൻ മാത്രമല്ല, ഇന്നത്തെ ദിവസം കേരളം ഇതുപോലൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൽ പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ പെരിയയിൽ നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലുള്ള ചർച്ച ഇന്ന് നടന്നാലല്ലേ മാധ്യമങ്ങൾ ആ ചർച്ച നടക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൂടിയാണ് ഞാൻ ഈ വിമർശനം നടത്തുന്നത്. ഞാൻ ഒരു ചെറിയ കാര്യം താങ്കളോട് ചോദിച്ചോട്ടെ. താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, കേരളത്തിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. താങ്കൾക്ക് ഈ പറയുന്ന പോലെ ഒരു RSS നേതാവിനെ വിളിച്ച് ഇതിന്റെ ഒരു അഭിപ്രായം എടുക്കാൻ സാധിച്ചു. താങ്കൾ എന്തുകൊണ്ട് വിളിച്ചില്ല? താങ്കൾ ആരെ വിളിച്ചു എന്നെങ്കിലും ഒന്ന് പറയാമോ?
അല്ല, ഞാൻ ബി ജെ പി നേതാക്കളെ വിളിച്ചിരുന്നു. അവർക്ക് ഇതിനോട് പ്രതികരിക്കാൻ വലിയ താല്പര്യമില്ല. ഏത് നേതാവാണ് താങ്കൾ പേര് പറയും, ആ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, അതിൽ അർത്ഥമില്ല. ഇതിൽ ഞാൻ തുറന്നു പറഞ്ഞല്ലോ, ബി ജെ പി നേതാക്കളെ ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിച്ചിരുന്നു. അവർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ബി ജെ പിയോട് സ്നേഹമുള്ള സഹയാത്രികനായുള്ള ഒരാളെ ഞാൻ ഈ ചർച്ചയിലേക്ക് താങ്കളെ ക്ഷണിച്ചത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ബി ജെ പിയോട് സ്നേഹമുണ്ടോ സ്നേഹമില്ല എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്റെ ചില നിലപാടുകൾ ബി ജെ പിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു എന്ന കാര്യം ശരിയാണ്. ഞാൻ മൈഗവിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്, മൻ കി ബാത്ത് പോലുള്ള കാര്യങ്ങളുടെ ബാക്കെൻഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ ഒരു ബി ജെ പി കാരനാക്കുന്നില്ല. ഞാൻ ഒരു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ എന്റെ ചില നിലപാടുകൾ, എന്റെ ചില എഴുത്തുകൾ, അതിലൊക്കെ ഒരു പക്ഷേ ഒരു റൈറ്റ് വിങ് ചായ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതി ഞാൻ കൊലപാതകങ്ങളെ അല്ലെങ്കിൽ ബി ജെ പി നടത്തുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെയും ന്യായീകരിക്കുമെന്ന ധാരണയിലൊന്നും താങ്കൾ പോകേണ്ടതായിട്ടില്ല. എനിക്കിവിടെ എന്റെ വ്യക്തമായ നിലപാടുണ്ട്. ഇങ്ങനെയുള്ള മേഡേഴ്സ് അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും, അത് ബി ജെ പി എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ, സി പി എം എക്സിക്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ മറ്റേത് പാർട്ടി എക്സിക്യൂട്ട് അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മിഥുൻ വിജയകുമാർ, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ബി ജെ പി RSS ശക്തികൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്ന് മാപ്പ് പറയേണ്ടത് എന്നുള്ളത് താങ്കൾ ഇവിടെ പറയണ്ടേ? ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകികൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞത്? ശ്രീ ഡോക്ടർ ലാൽ, സുഹൈബിന്റെ വധക്കേസിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുഭവിക്കുന്നവരല്ലേ? ഫേസ്ബുക്കിൽ CPM-ന്റെ ഒരു ഒരു ഗുണ്ട സെക്ഷനിൽ പെട്ട ആളുകൾ വളരെയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ആറാടിക്കൊണ്ട് ജീവിക്കുന്നു. അവർക്ക് ജയിലിലേക്ക് തോന്നിയ പോലെ പോകാം, ഇറങ്ങി വരാം, അവർക്ക് എല്ലാ തരത്തിലുള്ള റിലാക്സേഷനും കിട്ടുന്നു. അതുപോലെ ആകണമെന്നാണോ താങ്കൾ പറയുന്നത്? ഞാനിപ്പോ ഈ രണ്ട് കൊലപാതകങ്ങളെയും താങ്കൾ ചൂണ്ടിക്കാട്ടിയ രണ്ട് കൊലപാതകങ്ങളെയും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. പിന്നെ താങ്കൾ അതെന്തിനാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോ റിജിത്തിന്റെ കാര്യത്തിൽ റിജിത്തിന്റെ കൊലയാളികൾ ഇവിടെ ഇപ്പോ ശിക്ഷ കാത്തിരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ ബാധ്യതയില്ലേ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് മറുപടി പറയാൻ? അല്ല, അങ്ങനൊരു ബെഞ്ച് മാർക്ക് നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകം നടത്തി കഴിഞ്ഞ് ഒരു പാർട്ടി വന്നിട്ട് മാപ്പപേക്ഷിക്കുന്ന കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കൊലപാതകങ്ങളുടെയും ഒരു എക്സാമ്പിൾ ആയിട്ട് താങ്കളോട് പറഞ്ഞത്. ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം നടത്തിയതിനു ശേഷം CPM വന്നിട്ട് മാപ്പ് പറഞ്ഞോ, അല്ലെങ്കിൽ ഷുഹൈബിന്റെ കൊലപാതകത്തിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി ആവർത്തിക്കാൻ പാടില്ല, ഇത്തരം കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല, താങ്കൾ വലിയ മുതലക്കണ്ണീർ ഒഴുക്കിയല്ലോ. അതെന്ത് അർത്ഥത്തിലാണ്? എനിക്ക് ആത്മാർത്ഥതയിൽ അല്ലല്ല, ഞാനിവിടെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഡോക്ടർ ലാൽ. ഇവിടെ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഉണ്ടോ? ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിഞ്ഞാൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആകാശ് തില്ലങ്കേരി ന്യായീകരിക്കല്ലേ ചെയ്തത്? അല്ല, ആകാശ് തില്ലങ്കേരി ഞങ്ങളുടെ ഭാഗമല്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷെ CPM-ന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആളാണ് എന്നും ചുരുങ്ങിയ പക്ഷം ഒരു കാര്യമെങ്കിലും പറയാം. ഇവിടെ ഇപ്പൊ CPM-നെ മാത്രം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന്റെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും കാര്യങ്ങൾ വരുമ്പോ CPM മാത്രമാണ് ഉത്തരം പറയേണ്ടത്, CPM മാത്രമാണ് ഇവിടെ കത്തി താഴെ വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ BJP-യുടെയും RSS-ന്റെയും ഭാഗത്തും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് അതാത് ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ തുറന്നു പറയണം. ഞാൻ വരാം.